കർത്താവിൻ്റെ ജീവനുള്ള നാമത്തിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ഓരോരുത്തരും വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നലെ ചിന്തിച്ചതുപോലെ ജീവനുള്ള കല്ലിൻ്റെ അരികിൽ കടന്നു വരുന്ന ഏതൊരു മനുഷ്യനെയും ജീവനുള്ളതാക്കി മാറ്റുന്ന ഒരു ദൈവത്തിൻ്റെ ആത്മാവ്. അപ്പോൾ തിരുവെഴുത്ത് മുഴുവനും പഠിപ്പിക്കുന്നത്, പറയുന്നത് രൂപാന്തരം വരുത്താൻ കഴിയുന്ന ഒരു ദൈവപ്രവൃത്തിയെക്കുറിച്ചാണ്. ഞാൻ ബൈബിൾ അത്ഭുതത്തോടെ നോക്കിക്കാണുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, എല്ലാം അസാധ്യതകളെ സാധ്യമാക്കുന്ന, ഒരിടത്ത് അസാധ്യതയെക്കുറിച്ച് പറയുമെങ്കിൽ മറ്റൊരു ഭാഗത്ത് അതിനെ സാധ്യമാക്കുന്ന ഒരു ഡിവൈൻ പവറിനെ കുറിച്ച് ബൈബിൾ പരാമർശിക്കുന്നു. അങ്ങനെയുള്ള അന്വേഷണത്തിലാണ് ആ രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തിയുമായിട്ടുള്ളൊരു കൂട്ടിമുട്ടൽ എൻ്റെ ജീവിതത്തിലുണ്ടാകുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ കാണുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല ഒരു 10-15 വർഷത്തിന് മുമ്പേ, അല്ലെങ്കിൽ ഒരു 12 വർഷത്തിന് മുമ്പേ നിങ്ങൾ കാണുന്ന ഇന്നത്തെ ഒരു വ്യക്തിയോ ഇങ്ങനത്തെ ഒരു സ്വഭാവമോ ഇങ്ങനത്തെ ഒരു നേച്ചറോ ഇങ്ങനത്തെ ഒരു സംസാര രീതിയോ മനോഭാവമോ ഒന്നും ആയിരുന്നില്ല. തികച്ചും ദൈവത്തിൻ്റെ ശക്തിയുടെ കൂട്ടിമുട്ടലുമായിട്ടുള്ള അനുഭവമാണ് ഇന്നെന്ന എന്നെ വാർത്തെടുത്തത്. അതിൽ എൻ്റെ അപ്പന് പങ്കില്ല, എൻ്റെ അമ്മയ്ക്ക് പങ്കില്ല, എൻ്റെ ബന്ധുക്കൾക്ക് പങ്കില്ല, എൻ്റെ സുഹൃത്തുക്കൾക്ക് പങ്കില്ല. എന്നെ ഇന്നുള്ളതുപോലെ ആക്കിയതിന് ആർക്കും ഒരു അവകാശവും ഉന്നയിപ്പാനില്ല. അതെൻ്റെ സർവശക്തനായ ദൈവത്തിനാണ്. എന്തുകൊണ്ടാണ് ഈ പ്രാരംഭ സമയം ഞാനിത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ധൈര്യം ഇങ്ങനെ ഒരു മാറ്റം വരുത്തുന്ന ദൈവശക്തി ഉണ്ട് എന്ന് ഞാൻ അനുഭവിച്ചത് കൊണ്ടാണ്. നിങ്ങളുടെ ഏതൊരു അവസ്ഥയിലും നിങ്ങൾക്കൊരു മാറ്റമുണ്ടാകുമെന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ധൈര്യം എൻ്റെ ജീവിതത്തിൽ ഞാനത് അനുഭവിച്ചത് കൊണ്ടാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുമ്പോൾ ഒരിക്കലും ഒരു പ്രസംഗ കേൾവിയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നില്ല, ഒരു മീറ്റിങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നില്ല. ഞാൻ നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവശക്തിയിലേക്കും ദൈവവചനത്തിലേക്കുമാണ് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃദാസീദാസന്മാർക്കും ഈ ജീവിപ്പിക്കുന്ന ദൈവവചന ശുശ്രൂഷയിലേക്ക് ഞാൻ സസന്തോഷം സ്വാഗതം അരുളുന്നു. നമുക്ക് ഒരുമിച്ച് ദൈവവചനത്തിലേക്ക് പ്രവേശിക്കാം. പറഞ്ഞതിൽ നിന്ന് തന്നെ ഞാൻ തുടരട്ടെ. രൂപാന്തരപ്പെടുത്തുന്ന ഒരു ദൈവമുണ്ട്, മാറ്റം വരുത്തുന്ന ഒരു ദൈവമുണ്ട്. റോമർക്ക് പൗലോസ് ലേഖനം എഴുതിയപ്പോൾ അതിൻ്റെ 2-ാമത്തെ അധ്യായം 28ഉം 29ഉം വാക്യം വളരെ പ്രയോജനപ്പെടുന്നതും പ്രാധാന്യമർഹിക്കുന്നതുമാകുന്ന ഒരു വാക്യമാണ്. റോമർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 28-29 വാക്യത്തിൽ, പുറമേ യഹൂദനായവൻ യഹൂദനല്ല, പുറമേ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല, അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ, അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാലല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. നിങ്ങൾ എവിടെയും കാണാനൊക്കത്തില്ല ബൈബിളിൽ ഒരസാധ്യതയുടെ വാക്കിനെക്കുറിച്ച്, അല്ലെങ്കിൽ ഒരിടത്ത് അസാധ്യത പറഞ്ഞ് മറ്റൊരിടത്ത് സാധ്യത പറയാത്ത ഒരു ഭാഗവും നിങ്ങൾക്ക് ഏത് പുസ്തകത്തിനകത്തും കാണിച്ചു തരാനായിട്ട് കഴിയത്തില്ല. ദൈവം ഇവിടെ പറയുന്നു ഒരസാധ്യതയുണ്ട്. എന്താ അത്? മനുഷ്യൻ്റെ പ്രവർത്തികളിൽ അസാധ്യതയുണ്ട്. ഒരു സാധ്യതയുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ള സാധ്യത. ഞാൻ തുറന്നു പറയട്ടെ, ഇന്ന് ഈ മീറ്റിങ്ങിൽ, ഈ ശുശ്രൂഷയിൽ നമ്മൾ ഓരോരുത്തരും ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, ഇന്ന് നമ്മളെ ബന്ധിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഒരക്ഷരമല്ല. ഈ കൂട്ടായ്മയിൽ നിങ്ങൾ തുടർമാനമായി സന്ദേശങ്ങൾ കേൾക്കുന്നത് ഒരക്ഷരത്തിൻ്റെ സ്വാധീന വലയത്തിനകത്ത് നിന്നല്ല. ഈ ലൈവ് സെഷനിൽ ഇല്ലെങ്കിലും നിങ്ങൾ ഇത് വീണ്ടും ലൈവിന് ശേഷം പ്ലേ ചെയ്ത് കേൾക്കുന്നത് ഒരക്ഷരം നിങ്ങളെ സ്വാധീനിക്കുന്നത് കൊണ്ടല്ല. എവിടെയോ ആത്മാവിൻ്റെ ഒരു സ്പർശനവും തലോടലും രൂപാന്തരവും നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെയോ നിങ്ങൾ അനുഭവിച്ചത് കൊണ്ടാണ് എന്നതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടായ അനുഭവങ്ങളുടെ ഒരു തുടർച്ച,
പലപ്പോഴും ഉണ്ടായ മാറ്റത്തിൻ്റെ ഒരു തുടർച്ച, പലപ്പോഴും ഉണ്ടായ ഒരു വിടുതലിൻ്റെ തുടർച്ച ബ്ലോക്കായി നിൽക്കുന്ന ഒരു സമയത്താണ് നിങ്ങൾ ഈ സന്ദേശം കേൾക്കുന്നതെങ്കിൽ, നിങ്ങൾ പലപ്പോഴും പ്രാർത്ഥിച്ച ആത്മാവിൽ ജയമെടുത്തിട്ടുണ്ട്, പലപ്പോഴും പ്രാർത്ഥിച്ച് ആത്മാവിൽ വിടുതൽ കൈവശമാക്കിയിട്ടുണ്ട്, പലപ്പോഴും ആത്മാവിൻ്റെ സ്പർശനങ്ങളും വ്യത്യാസവും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഈ നാളുകളിൽ നിങ്ങൾ അങ്ങനെയൊക്കെ കയറി നിന്ന് പ്രാർത്ഥിച്ചിട്ടും നിങ്ങൾക്ക് ആത്മാവിൻ്റെ ഒരു പ്രവർത്തനം എവിടെയോ തടയപ്പെടുന്ന ഒരു ചിന്തയിൽ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തടയപ്പെടുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ ദൈവാത്മാവിൽ പ്രവചിക്കുന്നു, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇറങ്ങി ആ ബ്ലോക്ക് നീക്കുന്ന ഒരു ദിവസമാണ്, ഒരു സന്ദേശമാണ്. കമോൺ, ഒരുപക്ഷെ നിങ്ങളുടെ സ്പിരിറ്റിലായിരിക്കും നിങ്ങൾ ആ ബ്ലോക്ക് അനുഭവിക്കുന്നത്, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഏരിയയിലായിരിക്കും നിങ്ങൾ ആ ബ്ലോക്ക് അനുഭവിക്കുന്നത്, ബുദ്ധിയിലായിരിക്കും, മിനിസ്ട്രിയിലായിരിക്കും, ബന്ധങ്ങളിലായിരിക്കും, തീരുമാനങ്ങളിലായിരിക്കും. എവിടെയാണെങ്കിലും ദൈവാത്മാവ് പറയുന്നു, അക്ഷരം ചെയ്യാത്തത് ആത്മാവ് ചെയ്യാൻ തുടങ്ങുകയാണ്. അക്ഷരം ചെയ്യാത്തത് ആത്മാവ് ചെയ്യാൻ തുടങ്ങുകയാണ്. അക്ഷരങ്ങൾ തടഞ്ഞത് ആത്മാവ് റിലീസ് ചെയ്യാൻ പോകുകയാണ്. അക്ഷരങ്ങൾ തടഞ്ഞത് ആത്മാവ് റിലീസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വിശ്വസിക്കുന്നു, പല വാക്കുകൾ കൊണ്ട് കെട്ടപ്പെട്ടത് ദൈവത്തിൻ്റെ ആത്മാവ് അഴിച്ചു മാറ്റട്ടെ. പല വാക്കുകൾ തടഞ്ഞു വെച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് റിലീസ് ചെയ്യട്ടെ. പല ഇടങ്ങളിൽ നിന്നുള്ള അക്ഷരങ്ങൾ വന്ന് ഒരുമിച്ച് കൂടി ബന്ധിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ് റിലീസ് ചെയ്യട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഭൂമിയിലുള്ള 4 ദിക്കിൽ അക്ഷരത്തിൻ്റെ കെട്ട് കിടക്കുന്നെങ്കിൽ, എൻ്റെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിനകത്തുള്ള ആത്മാവിറങ്ങി ആ കെട്ടുകൾ ഇന്നത്തെ മീറ്റിംഗിൽ അഴിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിച്ചിരിക്കുന്നത് അക്ഷരങ്ങളിലൂടെയാണ്. വിശുദ്ധ ബൈബിൾ എഴുതപ്പെട്ടിരിക്കുന്നത് അക്ഷരത്തിലൂടെയാണ്. പക്ഷെ പ്രേരണ ആത്മാവിൻ്റെതാണ്. ഈ പുസ്തകത്തിൽ എനിക്ക് നിങ്ങളോട് റോമർ എന്ന് വായിക്കാൻ പറ്റിയതും 2-ാമത്തെ അധ്യായം 28ഉം 29ഉം വാക്യമെന്ന് പറയാൻ പറ്റിയതും അക്ഷരത്തിലൂടെയാണ്. എന്നാൽ പ്രേരണ ആത്മാവിൻ്റെതാണ്. മനസ്സിലാവുന്നു? പ്രേരണ ആത്മാവിൻ്റെതാണ്. ആത്മാവിൻ്റെ പ്രേരണയിൽ ചെയ്യുന്ന മീറ്റിങ്ങുകളാണ് സക്സസ് ആകുന്നത്. ആത്മാവിൻ്റെ പ്രേരണയിൽ ചെയ്യുന്ന പ്രവൃത്തിയാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് പൗലോസ് സഭയിൽ സ്തോത്ര കാഴ്ച കൊടുക്കുന്ന കാര്യമാണെങ്കിൽ പോലും, ഒരു ദൈവദാസന് നിങ്ങളൊരു ഓഫറിങ് കൊടുക്കുന്ന കാര്യമാണെങ്കിൽ പോലും, ഒരു പഠിക്കുന്ന കുട്ടിയെ നിങ്ങൾ സഹായിക്കുന്ന കാര്യമാണെങ്കിൽ പോലും, ഒരു രോഗിയെ നിങ്ങൾ കൈത്താങ്ങുന്ന കാര്യമാണെങ്കിൽ പോലും, ഒരു വ്യക്തിക്ക് നിങ്ങൾ വിവാഹ സഹായം ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും, ഒരു വ്യക്തിക്ക് അന്നം കൊടുക്കുന്ന കാര്യമാണെങ്കിൽ പോലും, ഒരു വ്യക്തിയുടെ കൂടെ ചെന്ന് അയാൾക്ക് കഴിയാത്ത കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന കാര്യമാണെങ്കിൽ പോലും, സഭയിലെ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുന്ന കാര്യമാണെങ്കിൽ പോലും, ഒന്നും നിർബന്ധത്താൽ ചെയ്യരുതെന്ന് പറയുന്നത്. നിർബന്ധത്താൽ ചെയ്യരുത്. എന്തുകൊണ്ടാണ് അത് പൗലോസ് അങ്ങനെ പറഞ്ഞത്? നിങ്ങളുടെ സഹായമൊന്നും ഇല്ലെങ്കിലും കാര്യം നടന്നു പോകുന്നുള്ളതുകൊണ്ടാണോ? അല്ല. ഈ കൊടുക്കുന്നതാണെങ്കിലും ചെയ്യുന്നതാണെങ്കിലും അതിൻ്റെ മേലൊരു അനുഗ്രഹമുണ്ടെന്ന് എത്ര ദൈവമക്കൾക്കറിയാം? ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നൊരു കാര്യമാണ് കേട്ടോ, തുറന്നു പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ വിമർശിച്ചിരുന്നൊരു കാര്യമാണ് നന്മ കൊടുക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്ത് നന്മ ചെയ്താലും, ഞാൻ ഈ നന്മ എൻ്റെ മദർ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പണ്ട് ആർക്കും ഒന്നും കൊടുക്കാത്ത മനുഷ്യരായിരുന്നു. നിങ്ങൾ ആരോടും പറയരുത്, കൊടുക്കത്തില്ല. ചെറിയ പ്രായത്തിലേ കൊടുക്കത്തില്ല. എനിക്ക് കൊടുക്കുന്ന ഇഷ്ടമല്ല. എൻ്റെ പങ്ക് കുറഞ്ഞു പോകുന്നുള്ളൊരു ചിന്തയുള്ളൊരു മനുഷ്യനായിരുന്നു ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളുടെ മുമ്പ് ഇരിക്കുന്ന ആൾ ഇപ്പോൾ വേറൊരു ആളായിട്ടാണ് നിങ്ങൾ കാണുന്നത്. എന്നാൽ പണ്ട് കണ്ടാൽ നിങ്ങൾ ഇന്നത്തെ സ്വഭാവവും അന്നത്തെ സ്വഭാവവും തമ്മിൽ ഇരുട്ടും വെളിച്ചവും പോലെ വ്യത്യാസമുണ്ട്. അങ്ങനെയാണല്ലോ, നമ്മുടെ എല്ലാവരുടെയും കാര്യം അങ്ങനെയാണല്ലോ. അപ്പോൾ പണ്ട് ഞാൻ ആർക്കും കൊടുക്കത്തില്ല. ചെറിയ പ്രായത്തിലാണെങ്കിൽ പോലും അപ്പുറത്തെ വീട്ടിൽ കുഞ്ഞിനെ, എൻ്റെ സമപ്രായക്കാർക്ക് അമ്മ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ എന്തിനും എൻ്റെ ആവശ്യം കൊടുക്കണ്ട, എനിക്ക് വേണം. വിശപ്പില്ലേലും ഞാൻ മുഴുവനും കഴിക്കും. കാരണം കൊടുക്കാതിരിക്കാൻ വേണ്ടി. എനിക്ക് വേണമെന്നില്ല, പക്ഷേ ഞാൻ മുഴുവൻ കഴിച്ച് ഛർദ്ദിച്ചാൽ പോലും അപ്പുറത്തെ വീട്ടിൽ കൊടുക്കാൻ സമ്മതിക്കത്തില്ല. ഒന്നും ഷെയർ ചെയ്യത്തില്ല. ഷെയറിങ് മെൻറ്റാലിറ്റി ഇല്ല. അതൊരു കെട്ടാന്നറിയാവോ? അതൊരു ഭൂതാന്നറിയാവോ? ചെറിയ പ്രായത്തിലാണെങ്കിൽ അത് കുഞ്ഞുങ്ങളിൽ എല്ലാവരും അങ്ങനെ തന്നെ, നമ്മളുമൊക്കെ അങ്ങനെ ആയിട്ട് പറയാം. അപ്പോൾ വലുതായാലോ, പാല് കുടിക്കുന്ന പ്രായം കഴിഞ്ഞു, കട്ടിയുള്ള ഭക്ഷണം കഴിക്കുമ്പോഴും അതേ സ്വഭാവം തുടർന്നാലോ
ഒന്നും കൊടുക്കാൻ തോന്നത്തില്ല, ഹെൽപ്പ് ചെയ്യാൻ തോന്നത്തില്ല, ആർക്കും ഷെയർ ചെയ്യുന്ന ഇഷ്ടമല്ല, ആരുടെയും കൂടെ ഇരുന്ന് ഷെയർ ചെയ്യുന്ന ഇഷ്ടമല്ല, ആരുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഇഷ്ടമല്ല, ആരുടെയും കൂടെ യാത്ര ചെയ്യുന്ന ഇഷ്ടമല്ല, ആരെയും കൂടെ നിർത്തുന്ന ഇഷ്ടമല്ല. അതൊരു ഭൂതമാണെന്നറിയാവോ? അതൊരു ഭൂതമാണ്. എന്തുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ദൈവമക്കളെ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ, നിങ്ങൾ സഭയ്ക്ക് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ദൈവദാസൻ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്ത്, നിങ്ങൾ ബാങ്കിൽ ചെല്ലുമ്പോൾ ചില അമ്മമാർ ചെല്ലാൻ എഴുതാനായിട്ട് കൊണ്ടുവരും. നിങ്ങളുടെ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ടോ? നിങ്ങൾ ഒഴിഞ്ഞു മാറിയിട്ടുണ്ടോ? ഞാനിപ്പോൾ ഇച്ചിരി തിരക്കാട്ട്, വേറെ ആരെടുത്തെങ്കിലും പറയാവോ? എന്താ കൊച്ചേ, നിനക്കതൊന്ന് എഴുതിക്കൂടി, എത്ര സമയം എടുക്കും? ഒരു അക്കൗണ്ട് നമ്പർ, ഡേറ്റ്, ബ്രാഞ്ച്, ചെക്കിൻ്റെ ഡീറ്റെയിൽ അല്ലെങ്കിൽ പണത്തിൻ്റെ, എത്ര സമയം എടുക്കും? 3 മിനിറ്റ് പോട്ടെ, 5 മിനിറ്റ്. അത് നമ്മൾ ശല്യം എന്ന് പറഞ്ഞ് ചെയ്താൽ അവർക്കനുഗ്രഹം, പക്ഷെ നമുക്ക് അനുഗ്രഹമില്ല. നമ്മളൊരു ചെല്ലാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിൽ അനുഗ്രഹമുണ്ടെന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നു? ചെല്ലാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിൽ അനുഗ്രഹമുണ്ടെന്ന് പാസ്റ്റർ ഏത് റെഫറൻസ് എടുത്താ സംസാരിക്കുന്നതെന്ന് ചോദിച്ചാൽ, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുതെന്ന് പറയുന്നൊരു വചനത്തിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. നമ്മൾ എന്തൊരു നന്മ ചെയ്താലും നമുക്കതിൻ്റെ പിന്നിലൊരു റിട്ടേൺ ഉണ്ട്. ഒരു ഗ്ലാസ് പച്ചവെള്ളം കൊടുത്താലും നമുക്കതിൻ്റെ പുറകിലൊരു റിട്ടേൺ ഉണ്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന നന്മകൾ നമ്മൾ ചെയ്യുക. ഞാൻ ഈ 21 days ടങ്സ് പ്രേയറിൽ നിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ എത്ര പേർ ചെയ്തു എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ദിവസം ഒരു നന്മ വെച്ച് 21 ദിവസം 21 നന്മ നിങ്ങൾക്ക് പറ്റുന്ന പോലെ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ ചെയ്തിട്ട് മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ. നിങ്ങൾ എത്ര പേർ ചെയ്തോ ഞാൻ ചോദിക്കുന്നില്ല, എത്ര പേര് ചെയ്തു. ചെയ്താൽ നല്ലത്, ഇല്ലെങ്കിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. കാരണം നമ്മൾ ചെയ്യുന്ന, നമ്മുടെ തലമുറകളിൽ കിടക്കും നമ്മൾ ചെയ്യുന്ന നന്മ. നമ്മൾ ഈ ചെയ്യുന്ന നന്മ നമ്മുടെ തലമുറകളും കൂടെ അനുഗ്രഹിക്കപ്പെടും. നമ്മളിലൂടെ നടന്നില്ലെങ്കിൽ നമ്മുടെ തലമുറയെങ്കിലും അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. നമ്മുടെ തലമുറകളെങ്കിലും അനുഗ്രഹിക്കപ്പെടും. ഒത്തിരി കാര്യങ്ങൾ എനിക്ക് അതിൻ്റെ ബേസിൽ നിന്ന് സംസാരിക്കണമെന്നുണ്ട്, പക്ഷേ അത് കുറച്ചുകൂടെ പ്രൈവറ്റായിട്ട് സംസാരിക്കുന്നതായിരിക്കും നല്ലത്. എസ്പെഷ്യലി യൂട്യൂബിൽ ലൈവ് പോകുമ്പോൾ ഞാൻ അത് സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് നമുക്ക് സൂമിനകത്ത് മാത്രമായിട്ട് ഒതുക്കി നിർത്തുന്നതായിരിക്കും നല്ലത്. കാരണം എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്, എനിക്കൊത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്. എനിക്ക് മാത്രമല്ല, എൻ്റെ വൈഫ് രേഷ്മയ്ക്കും ഉണ്ട്. ഒരുപാട് ഞങ്ങൾ എപ്പോഴും ഡിസ്കസ് ചെയ്യാറുണ്ട്. നമ്മൾ പണ്ട് ഇങ്ങനെയൊന്നും നമുക്കൊരു വെളിപ്പാടില്ലായിരുന്നല്ലോടി, നമുക്കിതിനൊന്നും പണ്ട് അറിയത്തില്ലായിരുന്നു. എങ്ങനെ അറിയും? മൈൻഡ് ബന്ധിച്ച് വെച്ചിരിക്കുകയല്ലായിരുന്നു. സോ ഞാൻ നിങ്ങളോട് ഒറ്റ വാക്കിൽ പറയുന്നു, നിങ്ങൾ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. കാരണം അതുകൊണ്ടാണ് പൗലോസ് ഞാനതാ പറഞ്ഞുകൊണ്ടിരുന്നത്. പൗലോസ് നിങ്ങളൊന്ന് നിർബന്ധത്താൽ അരുത്. നിർബന്ധിച്ച് നിങ്ങൾ ചെയ്തില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. നിർബന്ധത്താൽ ചെയ്യുന്ന കാര്യം വാങ്ങുന്ന ആൾക്കും ബ്ലെസ്സിങ് ഇല്ല, കൊടുക്കുന്ന ആൾക്കും ബ്ലെസ്സിങ് ഇല്ല. സോ നിങ്ങൾ നിർബന്ധത്താൽ ചെയ്യരുതെന്ന് പറഞ്ഞത് കാരണം, ആത്മപ്രേരിതമായി ചെയ്യുന്ന കാര്യങ്ങളിൽ, ആത്മപ്രേരിതമായി നമ്മളൊരു സഭയിലൊരു കാര്യത്തിന് നമ്മൾ നിൽക്കുന്നു, നമ്മളൊരു കാര്യത്തിന് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിൽക്കുന്നു, സഭയിലെ കാര്യങ്ങൾക്ക് നമ്മളൊരു ലീഡർഷിപ്പിൽ നിൽക്കുന്നു. ഇതൊക്കെ ആത്മപ്രേരിതമായി തല്ലി ചതച്ച് പ്രാർത്ഥിക്ക്, എടുക്ക്, ചെയ്യ്, കൊടുക്ക്, നിൽക്ക്, കാണ്. നമ്മൾ ഈ തല്ലിച്ചതച്ച് ചെയ്യുന്നതിനേക്കാളും സ്പിരിറ്റ് ഇൻഫ്ലുവൻസിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ബ്ലെസ്സിങ്ങാണ്. അത് സഭയിലും അതിൻ്റെ ഒരു ഭയങ്കര ബ്ലെസ്സിങ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യും. നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ലൈഫിലും അതൊരു ഭയങ്കരമായിട്ട്, നമ്മുടെ ഇൻഡിവിജ്വൽ ലൈഫിലും അതൊരു ഭയങ്കരമാകുന്ന ഒരു ബ്ലെസ്സിങ് നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവരും. നിങ്ങളിത് ശ്രദ്ധിക്കുക, പ്രവൃത്തികളെ എപ്പോഴും തടയുന്ന ഒരു റിലം നമുക്ക് കാണാൻ പറ്റും ബൈബിളിൽ. ഉണ്ടോ ഇല്ലയോ? അപ്പോസ്തോല പ്രവർത്തികൾ, അങ്ങനെയല്ലേ പറയുന്നത്? അപ്പോസ്തോല പ്രവർത്തികൾ. ഈ പ്രവർത്തികൾ നേരെ ചെന്ന് നിന്നപ്പം നടന്നോ? പൗലോസ് പ്രാർത്ഥനയാൽ ചെന്ന് ആ പ്രവർത്തികളെ തടയുന്ന സാധനം കട്ട് ചെയ്തപ്പം നടന്നു. ഒരു വാക്ക് സുന്ദരമെന്ന ദൈവാലയ ഗോപുരത്തിൻ്റെ മുമ്പിലിരിക്കുന്ന മനുഷ്യനോട് നമ്മൾ നോക്കുമ്പോൾ മുടന്തൻ ഉയ്യോ പത്രോസ് ചാടി എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ ചാടി എഴുന്നേറ്റ് നടന്നു. നമ്മൾ അത്രയല്ലേ ചിന്തിച്ചുള്ളൂ? കേൾക്ക്, അവിടെ നടന്നത് ഒരു അപ്പോസ്തോല പ്രവൃത്തിയാ. ഓർക്കണം, അപ്പോസ്തോല പ്രവൃത്തിയാ. അപ്പോസ്തോലിക് അനോയിൻറ്റിങ് എന്ന് പറയുന്നത് ഒരു ചെറിയ അനോയിൻറ്റിങ് അല്ല. അത് സാത്താൻ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന, ഏറ്റവും കൂടുതൽ ആക്രമിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു മിനിസ്ട്രിയാണ് അപ്പോസ്തോലിക് മിനിസ്ട്രി. എല്ലാ മിനിസ്ട്രി അങ്ങനെയാണ്, പക്ഷെ പ്രത്യേകിച്ച് പ്രവർത്തികൾ നടക്കുന്ന, അതങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. പ്രവർത്തികൾ നടക്കുന്ന മിനിസ്ട്രിക്കെതിരെ എപ്പോഴും സാത്താൻ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഒരു പ്രശ്നവുമില്ല, പക്ഷെ പ്രവൃത്തി നടക്കരുത്. നിങ്ങൾ പ്രാർത്ഥിച്ച്
ഒരാൾക്ക് മനസമാധാനം പോലും കിട്ടാത്ത ഒരു പ്രാർത്ഥനയാണ് നിങ്ങളുടെതെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു സാത്താനും പറയും, വേണേൽ പുള്ളിയും കൂടെ കയറി ഇരുന്ന് കൈയടിച്ച് തരും. പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു വ്യക്തിക്ക് മനസമാധാനമെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അത് പ്രവൃത്തി നടക്കുന്നൊരു പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ പ്രാർത്ഥന പലപ്പോഴും കെട്ടുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളുടെ മനസ്സിനെ മടുപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. കാരണം എന്താ? പ്രവൃത്തി നടക്കുന്ന പ്രാർത്ഥനയാണ്. അപ്പോൾ കെട്ടിയാലേ പ്രവൃത്തി നടക്കാണ്ടിരിക്കും, ബ്ലോക്ക് ചെയ്താൽ. അപ്പോൾ അപ്പോസ്തലൻ അവിടെ പറയുന്നൊരു വാക്ക് ഇതാണ്, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല. അതൊരു ഡിക്ലറേഷനാണ്. അനുഭാഷ പ്രാർത്ഥിച്ച ദൈവമക്കളെ, പൊന്നും വെള്ളിയും ഞങ്ങൾക്ക് ഇല്ല. പൊന്നും വെള്ളിയും ഞങ്ങൾക്ക് ഇല്ല. അതവിടെ അന്ന് വ്യാപാരം ചെയ്യുന്ന ഒരു കറൻസിയാണ് അത്. പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, എന്നാൽ ഞങ്ങൾക്ക് ഉണ്ട്. ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇല്ലാത്തതിനെ ഉയർത്തിയിട്ട് ഉള്ളതിനെ മുമ്പിൽ നിർത്തി സംസാരിക്കുന്ന ഒരു അപ്പോസ്റ്റോലിക് നോളജ്, അല്ലെങ്കിൽ ഒരു ദൈവ പൈതലിൻ്റെ ജ്ഞാനം. ഇന്ന് ഈ മീറ്റിങ്ങിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ എന്തൊക്കെയോ ഇല്ല എന്നൊരു ചിന്ത നിങ്ങളെ ഉണ്ടാകും. എന്തൊക്കെയോ നഷ്ടമായി എന്നൊരു ചിന്ത നിങ്ങളെ ഉണ്ടാകും. എന്തൊക്കെയോ ആഗ്രഹങ്ങളുണ്ട്, പക്ഷെ ഒന്നും ആയില്ല എന്നുള്ള ഒരു നിരാശ നിങ്ങളെ ഉണ്ടാകും. പക്ഷേ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ പരിശുദ്ധാത്മാവ് നിങ്ങളിലേക്ക് കൈമാറാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രവൃത്തി ചെയ്യുന്ന ഒരാത്മാവിനെ ഇന്ന് നിങ്ങൾ ഈ മീറ്റിങ്ങിൽ തിരിച്ചറിഞ്ഞ് എടുക്കണം. നിങ്ങളുടെ പ്രവൃത്തിയിൽ ഇന്നൊരു ഷഫ്ലിംഗ് നടക്കണം. നിങ്ങളുടെ പ്രവൃത്തിയിൽ കെട്ടപ്പെട്ട് കിടക്കുന്നതിനകത്ത് ഇന്നൊരു അയവ് വരണം. കെട്ടപ്പെട്ട് കിടക്കുന്ന പ്രവൃത്തിയിൽ ഇന്നൊരു അയവ് വരണം. എത്ര ദൈവമക്കൾക്ക് ആഗ്രഹമുണ്ടത്? പത്രോസോട് പറയുന്ന ഇതാണ്, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. പൊന്നും ആ വാക്ക് നിങ്ങൾ കേട്ടോ, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നിർബന്ധത്താലാണോ? അല്ല. കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് കുറഞ്ഞു പോയോ? ഇല്ല. നിങ്ങൾ എവിടെ നിന്ന് ഗ്രഹിക്കുന്നോ നിങ്ങൾ ഞാൻ പറയുന്നത്? ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. എവിടുന്ന ഈ പ്രേരണ വന്നത്? അവിടുത്തെ നിന്ന വ്യക്തി പറഞ്ഞിട്ടാണോ ഒന്ന് പ്രാർത്ഥിച്ചേച്ചും പോവാം പറഞ്ഞിട്ടാണോ? അല്ല, ഇത് അകത്തുനിന്ന് വന്നൊരു പ്രേരണ. നിങ്ങളുടെ അകത്തെന്തെങ്കിലും ഒരു പ്രേരണ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് ചെയ്യണം. അത് നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അടുത്തിരിക്കുന്ന വ്യക്തിയെ ഒന്ന് നോക്കിയിട്ട് അവരോട് ചിലപ്പോൾ അവരുടെ കുശലാന്വേഷണം നടത്താനായിരിക്കും. ചെയ്തോണം. അവർ നിങ്ങളെ വില വയ്ക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല, നമ്മളെ ആത്മാവ് ഉദ്യമിപ്പിച്ചതാണ് നമ്മുടെ വിഷയം. അടുത്ത് നിൽക്കുന്ന വ്യക്തിയോട് മുഖം വാടിയിരിക്കുന്നെങ്കിൽ എന്താ കാര്യമെന്ന് ചോദിച്ചാൽ സുവിശേഷം പറയാൻ തോന്നുന്നെങ്കിൽ ചെയ്തോണം. ഈ എല്ലാ സുവിശേഷവും ട്രാക്റ്റ് കൊടുക്കുന്നതാണെന്ന് കരുതരുത്. ട്രാക്റ്റ് കൊടുക്കുന്നത് സുവിശേഷമല്ല എന്നും കരുതരുത്. പല രീതിയിലാണ് ഈ അന്ത്യകാലഘട്ടമാണ്, പല രീതിയിലാണ് ദൈവാത്മ പ്രവർത്തിക്കുന്നത്. നമ്മൾ ആ പഴയ രീതിയാണ് നമ്മുടെ ദൈവം പറയത്തുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് യൂട്യൂബിലെ മെസ്സേജിലൂടെ ഇടപെടത്തില്ല, സൂം മെസ്സേജിലൂടെ ദൈവം ഇടപെടത്തില്ല, ഇങ്ങനെയൊന്നും ഇൻസ്റ്റാഗ്രാമിലൂടെ കേൾക്കുന്ന ഒരു ഷോർട്ട് മെസ്സേജ് നമ്മളെ തൊടത്തില്ല എന്നൊന്നും കരുതരുത്. അന്ത്യകാലഘട്ടമാണ്. ദൈവം ഏത് ഓപ്ഷനും ദൈവം യൂസ് ചെയ്യും. സാധാരണ ഒരു മനുഷ്യന്, ലോകപ്രകാരം ജീവിക്കുന്ന മനുഷ്യർക്ക് അവൻ്റെ ആശയം കൈമാറാൻ സമൂഹ മാധ്യമങ്ങൾ ഉപയോഗിക്കാമെങ്കിൽ ജീവനുള്ള ദൈവത്തിന് എത്ര അധികം. ആമേൻ. അതുകൊണ്ട് പൗലോസ് പറഞ്ഞു, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല. പത്രോസ് പറഞ്ഞു, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസറയനാം യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. അടുത്ത എൻ്റെ ചോദ്യം, ആ വാക്കിൽ ആ മനുഷ്യൻ ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടി നടന്നു. ഈ മനുഷ്യൻ കൃപയുള്ളവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് വ്യാപാരം ചെയ്യാതിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇവർക്കുള്ളത് അങ്ങോട്ടേക്ക് ഇമ്പാർട്ട് ചെയ്ത് ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. ഈ മനുഷ്യൻ ലഭിച്ചതിൽ നിന്ന് ഷെയർ ചെയ്യാണ്ടിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? യേശുവിനെ മറ്റുള്ളവരോട് പ്രസംഗിക്കാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? നീ എങ്ങനെയാണ് നടന്നത്, എന്നെ യേശുവാണ് നടത്തിയെന്ന് പറയാതിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അവിടുത്തെ ആൾക്കാരെ ഞെട്ടിക്കത്തില്ലെന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ ആത്മാവിൽ പറയുന്നു, ദൈവം നിങ്ങൾക്ക് തന്നതിന് ഇന്നു മുതൽ വ്യാപാരം ചെയ്യാൻ തുടങ്ങണം. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചത് ഇന്നു മുതൽ കൊടുക്കാൻ തുടങ്ങണം. ദൈവം നിങ്ങൾക്ക് തന്നതിൽ പങ്ക് ഇന്നു മുതൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങണം. അത് പ്രാർത്ഥിക്കാനുള്ള കൃപയായിരിക്കാം, സുവിശേഷം പറയാനുള്ള കൃപയായിരിക്കും, അപ്പോസ്തോലിക് മിനിസ്ട്രി ആയിരിക്കും, വർഷിപ്പ് ചെയ്യാനുള്ള കൃപയായിരിക്കും, ദൂത് പറയാനുള്ള
കൃപയായിരിക്കാം. ഇന്നു മുതൽ യേശുവിന്റെ നാമത്തിൽ മനുഷ്യ പ്രേരണയാലല്ല, ഇത് ആത്മാവിൽ നിന്ന് ദൈവാത്മാവിൽ ഞാൻ സംസാരിക്കുന്നു. നിനക്കുള്ളത് വ്യാപാരം ചെയ്യാൻ തുടങ്ങിയാൽ അതിന്റെ മേലൊരു വർധനവ് ഉണ്ടാകും. ആമേൻ. നിനക്ക് ദൈവം തന്നിരിക്കുന്നതിന്റെ ഒരു പോർഷൻ നിനക്ക് ദൈവനാമത്തിനായി ചെയ്യാൻ കഴിയുമെങ്കിൽ അത് ഇന്നു മുതൽ ചെയ്തു തുടങ്ങണം. കൃപകൾ ജ്വലിക്കട്ടെ. ഒരു കൃപയുള്ളോ, വ്യാപാരം ചെയ്യ്. അത് 3 കൃപയാകട്ടെ. ഒരു പാട്ട് പാടാനുള്ള കൃപയുള്ളോ, പാട്. അത് 3 പാട്ട് പാടാനുള്ള കൃപയായി തുടങ്ങട്ടെ. എന്നെ ദൈവം ആദ്യം ഏൽപ്പിച്ച മിനിസ്ട്രി എന്താന്ന് ചോദിച്ചാൽ വർഷിപ്പ് ചെയ്യാന്നുള്ളതായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു വർഷിപ്പ്. കാരണം ഞാൻ കൂടുതലും ദൈവവചനത്തിലൂടെയാണ് ദൈവം ഇടപെടുന്നതെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതും ഒരു തെറ്റായ ബോധ്യമായിരുന്നു. എന്നെ കർത്താവ് ആദ്യം മൈക്കെടുത്ത് കൈ തന്നത് പാടാനാണ്. ആദ്യം എന്നെ ഒരു ദൈവദാസൻ്റെ കൂടെ നിർത്തി എനിക്ക് മൈക്കെടുത്ത് കൈ തന്നത് പാടാനാണ്. ഞാൻ ഇന്നത്തെ വർഷിപ്പ് രീതി അല്ല എനിക്ക്. അന്ന് ഒരു പാട്ട് പാടി എല്ലാവരും കൈയടിച്ച് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയം ഞാൻ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്ത് അടുത്ത പാട്ട് പാടും. കണക്ട് ചെയ്ത് പാടാനുള്ളൊരു കൃപ എനിക്കില്ലായിരുന്നു. എന്നാൽ എൻ്റെ ദൈവം എന്നെ അത് പഠിപ്പിച്ചു, എൻ്റെ മേലത് പകർന്നു. ഞാൻ എന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പാസ്റ്റർ എന്നോട് പറഞ്ഞു, ദീപു കുറച്ചും കൂടെ പ്രാർത്ഥിച്ചു ഒരുങ്ങി വർഷിപ്പായിട്ട് അത് ചെയ്യണം. ഒരു പാട്ട് പാടിയെടുത്ത് പറക്കി വെച്ച് പാടുകയല്ല, കുറച്ചുകൂടെ അത് നീ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം, കുറച്ചുകൂടെ നീ അതൊന്ന് ട്രൈ ചെയ്യണം, നിന്നെ കൊണ്ട് സാധിക്കുമെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ചെയ്തു. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ എനിക്ക് ഒരേ സമയം വർഷിപ്പ് ചെയ്യാനും ഒരേ സമയം പ്രസംഗിക്കാനും ദൈവം കൃപ തന്നു. എന്തുകൊണ്ടാണ്? ഞാൻ എന്നിലുള്ളത് ജനത്തിൻ്റെ മുമ്പിൽ വ്യാപാരം ചെയ്യാൻ തീരുമാനിച്ചു. എന്നിലുള്ളത് ഞാൻ ഷെയർ ചെയ്യാൻ തീരുമാനിച്ചു. അതുപോലെ ദൈവം നിങ്ങൾക്ക് തന്നത് എന്തോ എനിക്കറിഞ്ഞൂടെ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത്. എൻ്റെ മെസ്സേജ് ഒരു ഭാഗത്ത് നിൽക്കുകയാണ്, പക്ഷേ ഇതിനകത്ത് അതിൻ്റെ ആശയം, ഇത് ആത്മാവ് എന്തോ ക്രിയ ചെയ്തുകൊണ്ടിരിക്കും. ഇന്നത്തെ മെസ്സേജ് നമ്മുടെ ആത്മാവിൻ്റെ ക്രിയയാണ്. അതുകൊണ്ടായിരിക്കും ഞാൻ ആർക്കൊക്കെയോ വേണ്ടിയാണ് പരിശുദ്ധാത്മാവ് ഇത് സംസാരിക്കുന്നത്. എന്തുകൊണ്ട് നിങ്ങളിലുള്ളത് വർദ്ധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ വ്യാപാരം ചെയ്യാത്തത് കൊണ്ട് വർദ്ധിക്കുന്നില്ല. എന്തുകൊണ്ട് നിങ്ങളിലുള്ളത് പൊലിപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ അനക്കുന്നില്ല, അതുകൊണ്ട് പൊലിക്കുന്നില്ല. എന്തുകൊണ്ട് നമ്മളെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ നമ്മളെവിടെയോ നമ്മളെ കോർണർ ചെയ്ത് നിർത്തിയിരിക്കുന്നു, അതുകൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല. സോ ഇന്ന് മുതൽ ഒരു തുറന്ന മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ. ഇന്ന് മുതൽ ഒരു തുറന്ന മനസ്സ് നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾ എവിടെയൊക്കെയോ അക്ഷരങ്ങൾക്കകത്ത് നിങ്ങൾ ലോക്കായി പോയോ, നീ പാടണ്ട, നീ പ്രസംഗിക്കണ്ട, നീ കൊടുക്കണ്ട, നീ അതൊന്നും ചെയ്യണ്ട, ഇതൊക്കെ കള്ളം, വ്യാജം, ആരൊക്കെയോ പറഞ്ഞ ചില ടീച്ചിങ്സ് നിങ്ങളുടെ തലയ്ക്കകത്ത് അക്ഷരം കൊണ്ട് കെട്ടിയിട്ടിരിക്കുന്നെങ്കിൽ ഇതൊന്നും കൊടുത്തിട്ടും കാര്യമില്ല. കൊടുത്തു മുടിഞ്ഞതല്ലാതെ കൊടുത്തിട്ടും കാര്യമില്ല, ചെയ്തിട്ടും കാര്യമില്ല, പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല, പ്രചോദിപ്പിച്ചിട്ടും കാര്യമില്ല, പ്രബോധിപ്പിച്ചിട്ടും കാര്യമില്ല, ഉപവസിച്ചിട്ടും കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ ചില അക്ഷരത്തിൻ്റെ കെട്ടുകൾ നിങ്ങളെ കൊന്നിട്ടിരിക്കുന്നെങ്കിൽ, അക്ഷരത്തിൻ്റെ കെട്ടുകൾ ബന്ധനമായിരിക്കുന്നെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ ആരോടോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഈ സമയം ആരോടോ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ആ കെട്ടിയ കെട്ടിനെ ആർക്കും അഴിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെങ്കിൽ യേശുവിൻ്റെ ആത്മാവ് ഇറങ്ങി നിന്റെ ആ ബോധ്യങ്ങളുടെ മേലുള്ള കെട്ടുകൾ ദൈവം അഴിക്കുകയാണ്. ഇന്നൊരയവ് വരുന്നൊരു ദിവസം ആരുടെയൊക്കെയോ ജീവിതത്തിൽ, ഇതൊരയവ് വരുന്നൊരു ദിവസം ആരുടെയൊക്കെയോ ജീവിതത്തിൽ, അയവ് വരുന്നൊരു ദിവസമാണ്. വ്യാപാരം ചെയ്യണം. നിങ്ങൾക്ക് എന്താ ദൈവം തന്നേക്കുന്നത്? വ്യാപാരം ചെയ്യണം. എല്ലാവരുടെ കയ്യിലും കർത്താവ് സമ്പത്ത് കൊടുക്കണമെന്നില്ല വ്യാപാരം ചെയ്യാൻ. എന്നാൽ സമ്പത്തുണ്ടെങ്കിൽ വ്യാപാരം ചെയ്യണം. എല്ലാവരുടെ കയ്യിലും പ്രസംഗിക്കാനുള്ള കൃപ മാത്രമല്ല ദൈവം കൊടുക്കുന്നത്, മറ്റു പല ഇതര കൃപകളും കൊടുക്കും. വ്യാപാരം ചെയ്യണം. എല്ലാവരും അപ്പോസ്തലന്മാരായെങ്കിൽ എന്തോ ചെയ്യുമായിരുന്നു, എല്ലാവരും പ്രവാചകന്മാരായെങ്കിൽ എന്തോ ചെയ്യുമായിരുന്നു. അപ്പം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് എന്താ? അത് വ്യാപാരം ചെയ്യണം. ഇവിടെ പൗലോസ് പറഞ്ഞു നോക്കിയേ, അതുകൊണ്ട് നിങ്ങൾ നിർബന്ധത്താൽ അരുത്. അപ്പോൾ ആത്മാവിൻ്റെ പ്രേരണയ്ക്കകത്ത് നിറഞ്ഞു നിൽക്കുന്ന ബ്ലെസ്സിങ്ങിനെ തിരിച്ചറിഞ്ഞൊരു മനുഷ്യനാണ് പൗലോസ് ലീഗ. ആത്മാവിൻ്റെ പ്രേരണയ്ക്കകത്ത് നിറഞ്ഞു നിൽക്കുന്ന അനുഗ്രഹത്തെ കേവലം ദൈവശക്തി മാത്രം അനുഭവിച്ച, അല്ലെങ്കിൽ ദൈവശക്തിയിൽ മാത്രം എക്സ്പീരിയൻസ് ഉള്ളൊരു മനുഷ്യനല്ല പൗലോസ്. നമ്മൾ മനസ്സിലാക്കണം. കേവലം ദൂതന്മാരെ മാത്രം കണ്ട ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു മനുഷ്യനല്ല പൗലോസ്. സകല കാര്യങ്ങളിലും ആത്മാവിൻ്റെ വ്യത്യസ്തമായ ഇടപെടലുകൾ ജീവിതത്തിൻ്റെ പല സങ്കീർണ നിമിഷങ്ങളിൽ കണ്ടും അനുഭവിച്ചും തൊട്ടും അറിഞ്ഞൊരു മനുഷ്യനാണ് പൗലോസ് ലീഗ. സാധാരണ ഒരു മനുഷ്യനെ അപ്പോസ്തലനായിട്ടൊന്നും നമ്മൾ കണ്ടേക്കല്ലേ, അതിനും അപ്പുറം എന്തോ ആണ് ഈ മനുഷ്യൻ.
കാരണം എന്താ? വ്യത്യസ്തമാകുന്ന ഒരു കൂട്ടിമുട്ടലാണ് ഉണ്ടായത്. ഒരു വാക്കോടെ എടുത്തു പറഞ്ഞാൽ, ദൈവത്താൽ പുകഴ്ച കിട്ടിയൊരു മനുഷ്യനാണ് പൗലോസ്. ദൈവത്താൽ പുകഴ്ച കിട്ടിയൊരു മനുഷ്യൻ. എനിക്ക് മാനം വേണോ? എന്നെ ദൈവം മാനിക്കണം. എനിക്ക് പുകഴ്ച ലഭിക്കണോ? എന്നെ ദൈവം പുകഴ്ത്തണം. എനിക്കൊരു അക്സെപ്റ്റൻസ് കിട്ടണോ? എന്നെ ദൈവം അക്സെപ്റ്റ് ചെയ്യണം. ആ ബോധ്യത്തിൽ നമ്മൾ ജീവിക്കണം. ആ ബോധ്യത്തിലായിരിക്കണം എന്തും ചെയ്യുന്നത്. ആ ബോധ്യത്തിലായിരിക്കണം എന്തും ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ അക്ഷരത്തിലല്ല, ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദനയത്രേ പരിച്ഛേദന. ഇത് യഹൂദന്മാരോടുള്ളൊരു സന്ദേശമാണ്. എന്നാൽ യഹൂദന്മാരോടുള്ളൊരു സന്ദേശം നമ്മുടെ പേർക്ക് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, യഹൂദന്മാരോടുള്ളൊരു സന്ദേശമാണെങ്കിൽ റോമർക്ക് എഴുതിയ ലേഖനം യഹൂദന്മാർക്ക് കൊടുത്തിട്ട് ബൈബിളിൽ വരരുത്. എന്നാൽ ഇന്നത്തെ തലമുറയ്ക്ക് വേണ്ടി, ഇന്നത്തെ സഭയ്ക്ക് വേണ്ടി ഇത് നമ്മുടെ മുമ്പിൽ നമ്മുടെ പേർക്കായി ഇത് എഴുതി വെച്ചു എങ്കിൽ എവിടെയൊക്കെയോ ആർക്കൊക്കെയോ ഇന്നും ഇതിൻ്റെ ആവശ്യമുണ്ട്. മതം അല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്, അതൊരു ലൈഫാണ്. മതമല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത്, അതൊരു ലൈഫാണ്, അതൊരു ജീവിതക്രമമാണ്. ബൈബിൾ പറയുന്നു, നിങ്ങൾ സർക്കംസിഷൻ, പരിച്ഛേദന നിങ്ങളുടെ ത്വക്കിലെടുത്താൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ അത് ചെയ്താൽ നിങ്ങൾ കാണിക്കാർക്ക് നിങ്ങൾ അതായിരിക്കും. പക്ഷെ ദൈവം നിന്നെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ പുറമെ യഹൂദനായവൻ യഹൂദനല്ല. ഞാൻ ഇന്നലെയും ഇതേ പരാമർശിക്കുന്ന ഒരു സന്ദേശം തന്നെയായിരുന്നു, ഇതേപോലത്തെ ഒരു സന്ദേശമായിരുന്നു. നമ്മൾ പുറമെ എന്തെങ്കിലും കാട്ടി വെക്കുമ്പോൾ അതിലല്ല ദൈവം നമ്മളെ വിലയിടുന്നത് എന്ന് നമ്മൾ ഇന്നലെ സംസാരിച്ചു. അതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ പുറകിൽ തന്നെ ഇതിൻ്റെ പുറകിലത്തെ സന്ദേശം തന്നെ നിങ്ങൾ നോക്കിയാൽ മതിയാവും. പുറമെ യഹൂദനായവൻ യഹൂദനല്ല, പുറമെ ജഡത്തിലുള്ളത് പരിച്ഛേദനയുമല്ല. അപ്പം നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുന്നത് കൊണ്ട് ദൈവം നമ്മളെ അംഗീകരിക്കുന്നില്ലെന്ന് പൗലോസ് പറയുന്നു. അപ്പോൾ പിന്നെ ദൈവം എങ്ങനെയാ ഒരുത്തനെ ദൈവത്തിൽ നിന്നൊരു മാനം, ദൈവത്തിൽ നിന്നൊരു അംഗീകാരം, ദൈവത്തിൽ നിന്നൊരു പുകഴ്ച, ഒരു അപ്രീസിയേഷൻ ദൈവത്തിൽ നിന്നൊരു മനുഷ്യന് എങ്ങനെ ലഭിക്കുമെന്ന് ചോദിച്ചാൽ, പുറമെ യഹൂദനായവൻ അകമേ യഹൂദനായവൻ അത്രേ യഹൂദൻ. പൗലോസ് വിരൽ ചൂണ്ടുന്നത് നമ്മുടെ ഉള്ളിലേക്കാണ്. ഞാൻ നിങ്ങളിലേക്ക് വിരൽ ചൂണ്ടും പോലെ പൗലോസ് വിരൽ ചൂണ്ടുന്നത് എൻ്റെ ഉള്ളിലേക്കാണ്. എൻ്റെ ഉള്ളിലുള്ള ഒരു മനുഷ്യനിലെ സർക്കംസിഷൻ, അതാണ് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യനിൽ സംഭവിക്കുന്ന ഒരു വികാസം, അതാണ് നമ്മളെ കേഴ്സിൽ നിർത്തുന്നതും ബ്ലെസ്സിങ്ങിലേക്ക് കൊണ്ടുപോകുന്നത്. അകത്തെ മനുഷ്യൻ്റെ അകത്ത് വരുന്ന ഒരു സങ്കോചിക്കുന്ന അവസ്ഥ, അത് ഒരു മനുഷ്യനെ കേഴ്സിൽ തന്നെ നിർത്തും. അവനെ മുമ്പോട്ടും പുറകിലോട്ടും പോവാൻ വിടുകയില്ല. അവിടെ പിടിച്ച് പഴയ അവസ്ഥ, പഴയ ചിന്ത, പഴയ സ്വഭാവം, പഴയ കുശുമ്പ്, പഴയ കുന്നായ്മ, പഴയ കുത്തിത്തിരിപ്പ്, പഴയ അളന്ന നോട്ടം എല്ലാം അവരിൽ തന്നെ വെച്ചിട്ട് ഠേ കൈയടിക്കും. പക്ഷേ തിരിച്ചു അവരവിടെ നിൽക്കും. ആ ഗ്രേഡിൽ നിന്ന് അവർ ഒരടി താഴേക്ക് പോകുന്നതല്ലാതെ മേളിലോട്ട് പൊന്തത്തില്ല. എന്നാൽ തിരിച്ചിങ്ങോട്ടേക്ക് വരുമ്പോൾ അകമേ യഹൂദനായവനത്ര യഹൂദൻ എന്ന് പറയുമ്പോൾ അകത്തെ മനുഷ്യനിൽ ഭയങ്കരമാകുന്ന വികാസം, അല്ലെങ്കിൽ അകത്തെ മനുഷ്യനെ വികസിക്കാൻ അനുവദിക്കുന്ന ഒരനുഭവം എന്ന് പറയുന്നത് അകത്തെ മനസ്സിനെയും അകത്തെ ഹൃദയത്തെയും അകത്തെ ചിന്തകളെയും എല്ലാം കീഴടക്കി ഭരിക്കാൻ കഴിയുന്ന ഒരു ഇന്നർ മാനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നത്, ക്രൈസ്റ്റ് ഓറിയന്റഡ് ആയിട്ടുള്ളൊരു ലൈഫിലേക്ക് ഒരു മനുഷ്യനെ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. അതൊരു പ്രേരണയാണ്, അതൊരു ഇൻഫ്ലുവൻസ് ആണ്. നമുക്ക് എന്തോ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ തോന്നും. നമുക്ക് ചില ആരാധനയോടൊരു ഭയങ്കര ഇൻഫ്ലുവൻസ് തോന്നും, ചില മിനിസ്ട്രിയോട് നമുക്കൊരു ഭയങ്കര ഇൻഫ്ലുവൻസ് തോന്നും, ചില കൂട്ടായ്മയോട് നമുക്കൊരു ഇൻഫ്ലുവൻസ് തോന്നും, ചിലയിടത്തുനിന്ന് എഴുന്നേറ്റ് ഓടി തള്ളിയാൽ മതി എന്ന് തോന്നും. ചിലയിടത്തിരുന്ന് നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. എൻ്റെ പൊന്നു കർത്താവെ ഉള്ളതും കൂടെ ചോർന്നു പോകും, ഇവിടുന്ന് എഴുന്നേറ്റ് ഓടിത്തള്ളിയാൽ മതി എന്ന് തോന്നും. അങ്ങനെ എഴുന്നേറ്റ് ഓടിയ ചരിത്രമുണ്ട് എൻ്റെ ജീവിതത്തിൽ. എന്നാൽ ചിലയിടത്ത് ചെന്നിരിക്കുമ്പോൾ ഈ ആരാധന തീരല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ വർഷിപ്പ് നിൽക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എൻ്റെ കർത്താവ് ഈ തീ ഇവിടുന്ന് അണയരുതേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ തീ എൻ്റെ വീഴാതിരിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. കാര്യം എന്താ? അത് ദൈവത്തിൻ്റെ ആത്മാവിനാൽ നടത്തപ്പെടുന്നതാണെന്ന് അനുഭവിക്കുമ്പോഴേ അറിയാം. ഇന്ന് ഈ സന്ദേശം നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ ഇത് നിങ്ങളുടെ
ജീവിത രൂപാന്തരത്തിന് വേണ്ടി ദൈവം പകരുന്ന, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് പകരുന്ന വചനമാരി എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെയോ ഞാൻ പറഞ്ഞതുപോലെ അക്ഷരം കൊണ്ട് ബ്ലോക്ക് ചെയ്തും ശാപങ്ങൾ കൊണ്ട് കെട്ടിയും വാക്കുകൾ കൊണ്ട് ബന്ധിച്ചും നിങ്ങളെ ഒരടി വളരാനും മുന്നേറാനും അനുവദിക്കാത്ത പോലെ നിന്നെ ബ്ലോക്ക് ചെയ്തിട്ട് ചില മതക്കെട്ടുകൾക്കകത്ത് നിങ്ങളെ സാത്താൻ തളച്ചിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്വാതന്ത്ര്യം ഈ സമയം ആരുടെയോ മേൽ വീഴുകയാണ്. In the mighty name of Jesus. Oh, അകമേ യഹൂദനായവനത്രേ യഹൂദൻ. അപ്പം പുറത്ത് കാണുന്ന ഞാൻ എന്നിലെ ഒരകത്തെ ദൈവത്വമുള്ളൊരു മനുഷ്യനെ എനിക്ക് ഡെവലപ്പ് ചെയ്യാൻ കഴിയുമെന്നല്ലേ അതിൻ്റെ അർത്ഥം. അകത്ത് നമ്മൾ പുറത്ത് പല കാര്യങ്ങൾക്കും പ്രതികരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അകത്ത് പ്രതികരണശേഷിയുള്ളൊരു മനുഷ്യനുള്ളത് കൊണ്ടാണ്. ഞാൻ ചിലതിനൊക്കെ വളരെ ശക്തമായി പ്രതികരിക്കും, അത് പുറത്ത് പ്രതികരിച്ചാലേ പറ്റത്തുള്ളൂ. എൻ്റെ അടുത്ത് വന്ന് അങ്ങനെ ഇങ്ങനെയൊന്നും ചില കാര്യങ്ങൾക്ക് സംസാരിക്കാനൊക്കത്തില്ല. ആത്മീയമായ കാര്യങ്ങൾ എൻ്റെ ബോധ്യങ്ങൾക്ക് വിരോധമായി സംസാരിക്കാനൊക്കത്തില്ല. സംസാരിച്ചാൽ തിരിച്ച് മറുപടി കിട്ടും. എങ്ങനെ? ബിബ്ലിക്കലി മറുപടി കിട്ടും. അല്ലാതെ നീ ആരാടാ എന്നോട് സംസാരിക്കാൻ, അങ്ങനത്തെ സംസാരമൊന്നും എനിക്കില്ല. പക്ഷെ നല്ല ഷാർപ്പായിട്ട് സംസാരിക്കും. മറ്റു കാര്യങ്ങൾക്കൊക്കെ എന്നെ വെല്ലുവിളിച്ചാലും നിനക്ക് എന്നെ എന്തോ ചെയ്യാൻ പറ്റുള്ളൂ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എൻ്റെ പൊന്നു കേട്ടാന്ന് പറഞ്ഞാൽ ഞാൻ ഒഴിഞ്ഞു പോകും. നമ്മളെന്തോ ചെയ്യാനാ? നമ്മളതിനല്ലല്ലോ വിളിച്ചേക്കുന്നത്. അല്ലാത്ത കേസ് കെട്ടിനൊന്നും ഞാൻ പോകത്തില്ല. പക്ഷെ ബിബ്ലിക്കലി എന്തെങ്കിലും ദൈവത്തിന് നിരക്കാത്ത രീതിയിൽ ബൈബിളിൽ ഇല്ലാത്ത പോലെ ആരെങ്കിലും, ഇപ്പോൾ കഴിഞ്ഞ ടങ്സ് പ്രെയർ നടത്തിയപ്പോൾ അന്യഭാഷ നമ്മളിങ്ങനെ ലൈവ് കൊടുത്ത് സംസാരിച്ചതിനൊക്കെ ചില ചോദ്യങ്ങളൊക്കെ നമ്മൾ അന്യഭാഷ പറയുന്നില്ല, ലൈവ് കൊടുത്തതിനല്ല, നമ്മൾ അന്യഭാഷ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചോദിച്ചായിരുന്നു. അവരറിയാതെ കയറി മുട്ടിയതാണ്. അപ്പോൾ ചോദിച്ചതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി കുറുക്കിക്കൊണ്ട് ഇപ്പോൾ ആളെ കാണാൻ പോലും ഇല്ല, എവിടെ പോയോ. അപ്പോൾ അങ്ങനത്തെ രീതിയിലുള്ള ഷാർപ്പായിട്ട് സംസാരിക്കും ഞാൻ. അല്ലാത്ത മറ്റ് പ്രശ്നങ്ങൾക്കൊന്നും ഞാൻ പോകുമെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ബിബ്ലിക്കലി ഞാൻ സംസാരിക്കത്തുള്ളൂ, വളരെ താഴ്മയോടെ, എന്നാൽ വളരെ നല്ല രീതിയിൽ സംസാരിക്കും. ചില കാര്യങ്ങളൊക്കെ നമ്മൾ മൗനമായിട്ടിരിക്കുന്നത് എന്താണെന്നറിയാവോ? പോട്ടെ, യേശു കർത്താവ് എന്തുകൊണ്ടാണ് ന്യായാസനത്തിൻ്റെ മുമ്പിലിരുന്നപ്പോൾ പല ചോദ്യങ്ങൾക്കും പ്രതികരിച്ചില്ല, മിണ്ടാതിരുന്നു? എന്തുകൊണ്ടാണ്? പ്രതികരണശേഷിയില്ലാത്ത മനുഷ്യൻ എന്നൊക്കെ ചിലർ പറഞ്ഞു. ഇവനോ പ്രവാചകൻ, ചുങ്കക്കാരോടും പാപികളോടും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഇവനോ പ്രവാചകൻ, കള്ളൻ എന്നൊക്കെ പറഞ്ഞു യേശുവിനെ. എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത്? കാരണം പ്രതികരിക്കാൻ ശക്തിയുള്ള ഒരു വ്യക്തിത്വം അകത്തിരിക്കുന്നത് കൊണ്ട്. ഞാൻ ആത്മാവിലൊരു കാര്യം പറയാം. ആത്മീയൻ്റെ പ്രതികരണ സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആത്മീയൻ്റെ പ്രതികരണ സമയം അവൻ്റെ പ്രാർത്ഥന മുറിക്കകത്താണ്. മോനെ, ആരും നിൻ്റെ മുമ്പിൽ വന്ന് വെറുതെ നിന്നെ വേദനിപ്പിക്കത്തില്ല. നിന്നെ വേദനിപ്പിക്കാൻ വേണ്ടി സാത്താൻ ഇൻഫ്ലുവൻസ് ചെയ്ത് കൊണ്ടുവന്നൊരു വ്യക്തിയാണ് നിൻ്റെ മുമ്പിലുള്ളതെങ്കിൽ നീ വായ് തുറക്കാതിരിക്കുന്നതും നിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നീ വായ് തുറക്കുന്നതുമാണ് നല്ലത്. കാരണം നിനക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരാത്മാവ് അകത്ത് ഓണായിരിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ വായ് ഓഫായിരിക്കുന്നതാണ് നല്ലത്. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ആരോടോ ദൈവാത്മാവിലാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ പലരോടുമുള്ളൊരു ദൈവിക ആലോചനയാണ്. ഇത് നിങ്ങൾക്ക് പല സ്ഥലങ്ങളിലും നമ്മുടെ ന്യായം പറയാൻ വായി തുറന്നാൽ തന്നെ പ്രശ്നമാണ് എന്ന് തോന്നുന്നിടത്ത് മൗനമായി വായടച്ചിരിക്കുന്നതാണ് നല്ലത്. കാരണം തിരുവെഴുത്ത് പറയുന്നു, അകമ യഹൂദനായ ഒരുവൻ ഒരു വിശ്വാസിയിലുണ്ട്. അകമ യഹൂദനായ ഒരുവൻ, അകത്ത് ദൈവം ആത്മാവിൽ ജനിപ്പിച്ച ഒരുവനാണ് ദൈവവിശ്വാസി. അകത്ത് ദൈവം ആത്മാവിൽ തീയിട്ടൊരു മനുഷ്യനാണ് ദൈവ പൈതൽ. അകത്ത് സംസാരിക്കാൻ കൃപ ലഭിച്ചവനാണ് ഒരു ദൈവവിശ്വാസി, ഒരു ദൈവഭൃത്യൻ, ഒരു അഭിഷിക്തൻ. അങ്ങനെയെങ്കിൽ ഒരു അഭിഷിക്തൻ എല്ലാ സമയവും വായി തുറന്ന് സംസാരിക്കണമെന്ന് നിർബന്ധമില്ല. അവൻ അകത്ത് അടച്ചിരുന്നാലും അകത്ത് സംസാരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അഭിഷിക്തൻ എപ്പോഴും വായി തുറന്ന് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിക്കൊള്ളണം, സൗകര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ അകത്ത് പ്രാർത്ഥിക്കാൻ ആത്മാവ് ഓണായ ഒരു അഭിഷിക്തൻ ഉണ്ടെങ്കിൽ അവൻ ആത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഇന്ന് ഞാൻ ആരോടോ ദൈവാത്മാവിൽ പറയുകയാണ്, ചിലയിടങ്ങളിൽ വായി തുറന്നാൽ പ്രശ്നമാണോ? നന്നായി, നിന്റെ വായ അടഞ്ഞിരിക്കട്ടെ. നിന്റെ അകത്തിരിക്കുന്ന മനുഷ്യൻ സംസാരിച്ചു തുടങ്ങട്ടെ. നിന്റെ അകത്തിരിക്കുന്ന മനുഷ്യൻ സംസാരിക്കുന്നത് പൊതുജനത്തോടല്ല, അകത്തിരിക്കുന്ന മനുഷ്യൻ സംസാരിക്കുന്നത് സ്വർഗീയ ഗവൺമെന്റിനോടാണ്, ജഡ്ജിയോടാണ്.
ആ ദൈവത്തോട് സംസാരിക്കുമ്പോൾ നിനക്കുള്ള മറുപടികൾ പലരുടെ വായിലൂടെയും വെളിപ്പെടുന്നത് തിരുവെഴുത്തിനകത്ത് സാക്ഷ്യസഹിതം, അടയാള സഹിതം കിടക്കുമ്പോൾ പലരോടും ദൈവാത്മാവ് ചോദിക്കുന്നു, നീ എന്തിനാ ഞരങ്ങുന്നേ? നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നേ? നീ എന്തിനാ തളർന്നിരിക്കുന്നേ? നിനക്കകത്ത് സംസാരിക്കുന്ന ഒരാത്മാവ് അക്ഷരം കൊണ്ട് കെട്ടപ്പെട്ടിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇന്ന് ദൈവാത്മാവിൽ ഒരു പുതിയ ചൈതന്യം നിന്റെ ആത്മാവിൽ പ്രാപിക്കുക. Glory to God. അകത്ത് സംസാരിക്കുന്ന ഒരാത്മാവ്, അകത്ത് സംസാരിക്കുന്ന ഒരാത്മാവ്. ഓ ജീസസ്, എനിക്ക് അകത്ത് സംസാരിക്കുന്ന ഒരു ആത്മാവ് ഉണ്ടോ എന്നൊന്ന് ഉറപ്പുവരുത്തി. നിങ്ങൾക്ക് അകത്ത് സംസാരിക്കുന്ന ഒരു ആത്മാവ് ഉണ്ടോ? അതോ മറ്റുള്ളവന്റെ കുറ്റവും കുറവും പറയുന്ന ഒരു ആത്മാവല്ല എൻ്റെ അകത്തിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞേ. പിശുക്കുള്ള ഒരു ആത്മാവല്ല എൻ്റെ അകത്തിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞേ. പിശുക്കുള്ള ഒരു ആത്മാവല്ല എൻ്റെ അകത്തിരിക്കുന്നത്. പരസഹായം ചെയ്യാത്തൊരു ആത്മാവല്ല എൻ്റെ അകത്തിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞേ. ഈ ആത്മാവിൻ്റെ ഗുണങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അകത്തിരിക്കുന്ന ആത്മാവിന് പിശുക്കില്ല. അകത്തിരിക്കുന്ന ആത്മാവിന് എപ്പോഴും ഉപകാരസ്മരണയും ഉപകാര മനോഭാവമാണുള്ളത്. അകത്തിരിക്കുന്ന ആത്മാവിന് മറ്റൊരു വ്യക്തിയുടെ വളർച്ച ആഗ്രഹിക്കുന്നതെന്നൊന്ന് പറഞ്ഞേ. അകത്തിരിക്കുന്ന ആത്മാവ് മറ്റൊരു വ്യക്തിയുടെ വളർച്ച ആഗ്രഹിക്കുന്നു. മറ്റേ വ്യക്തി ഇനി അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു ആത്മാവ് എൻ്റെ അകത്തിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞേ. ഞാൻ അങ്ങനത്തെ ആളാണോ എന്ന് തിരിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ ചോദ്യം ചെയ്യണം. അതിന് നീ അങ്ങനെ അല്ലല്ലോ എന്നകത്തൊരു മനസ്സാക്ഷി സംസാരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരുത്തപ്പെടാൻ വേണ്ടിയിട്ട്, കുറ്റം വിധിക്കുന്ന അല്ലത്, നമ്മൾ തിരുത്തപ്പെടാൻ വേണ്ടിയിട്ട് മനസ്സാക്ഷി, അതിന് നീ മറ്റുള്ളവരുടെ വളർച്ച ആഗ്രഹിച്ചിട്ടില്ലല്ലോ, അതിന് നീ മറ്റൊരു വ്യക്തി വളരാൻ വേണ്ടി ഇതുവരെ പ്രാർത്ഥിച്ചിട്ടില്ലല്ലോ, അതിന് നീ അങ്ങനെ ഇങ്ങനെ ആരെയും സഹായിക്കുന്ന ഒരാളല്ലല്ലോ എന്ന് മനസ്സാക്ഷി തിരിച്ചിങ്ങോട്ട് ചോദിക്കുന്നെങ്കിൽ നന്നായി. കാരണം നിങ്ങൾക്ക് മാറാൻ ഒരു അവസരമാണത്. ഞാൻ പഠിപ്പിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പഠിപ്പിക്കും. കാരണം എന്നെ ദൈവം അങ്ങനെയാണ് പഠിപ്പിച്ചു കൊണ്ടുവന്നേക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ നമുക്ക് ചുമ്മാതെ പാസ്റ്ററെ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞാൽ ആ വഴി പിന്നെ പോകും. പിന്നെ ആളെ കാണത്തോലുമില്ല. പ്രാർത്ഥനയും കിട്ടി, വിടുതലും കിട്ടി. പിന്നെ ആളെ കാണണമെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാർത്ഥനാ വിഷയം വരണം. ഞാൻ എങ്ങനെ പഠിപ്പിക്കത്തില്ല. നമ്മൾ പാസ്റ്ററെ പ്രാർത്ഥിക്കണേ അല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ദൈവിക ഉദ്ദേശം എന്ന് പറയുന്നത്. നമ്മളെ കൊണ്ട് അതിനപ്പുറം വലിയ കാര്യങ്ങളുണ്ട് ദൈവത്തിന് ചെയ്യാൻ. നമുക്ക് ഉപകാരസ്മരണ വേണം. പിന്നെ നമ്മൾ ക്രൈസ്റ്റിനെ റിവീൽ ചെയ്യാനുള്ള വ്യക്തിത്വങ്ങളാണ് നമ്മൾ. ക്രിസ്തു എങ്ങനെയായിരുന്നു അതുപോലെ ജീവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവത്തിൻ്റെ മക്കളാണ്. പുത്രത്വത്തിൻ്റെ ആത്മാവ് തന്നിട്ട് നമ്മൾ വാർദ്ധക്യം ബാധിച്ചതുപോലെ ജീവിക്കാനാണോ കർത്താവ് പറഞ്ഞേ? പുത്രൻ വയസ്സായി പോയോ? ഇല്ല. പുത്രൻ എന്നിട്ട് വാർദ്ധക്യത്തിൽ ആത്മാവ് പോലെ ജീവിക്കാനാണോ പറഞ്ഞത്? അല്ല. പുത്രത്വത്തിൻ്റെ ആത്മാവ് പ്രാപിച്ചാൽ നമ്മൾ ആ മിനിസ്ട്രി ചെയ്യണം, നമ്മൾ ആ പ്രവൃത്തി ചെയ്യണം. പ്രവൃത്തി അല്ലാതെ നമ്മളെ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് കേവലം ബന്ധനമഴിക്കലും കെട്ടുപൊട്ടിക്കലും കൈകൊട്ടലും പാട്ടും കച്ചേരിയും മാത്രമായിട്ട് ഒതുങ്ങരുത്. നമ്മൾ ഈ സമൂഹത്തിലുണ്ടെന്ന് പൊതുജനം അറിയണം. എല്ലാവർക്കും ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് കർത്താവ് ഒരു ഫിസിക്കൽ ചർച്ച് തരുമ്പോൾ, ഇപ്പം നമുക്ക് പലരും എന്നോട് ചോദിച്ചു കേട്ടോ, പാസ്റ്ററുടെ സഭ എവിടെ? പാസ്റ്ററുടെ സഭ ആയിട്ടില്ല. പാസ്റ്ററിൻ്റെ സഭയൊക്കെ ഇങ്ങനെ നടന്നു വരുന്നേ ഉള്ളൂ, അതിൻ്റെ പണികളൊക്കെ ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ. ഒരു ഫിസിക്കൽ ചർച്ച് തരുമ്പോൾ ഇനി നല്ല ആഗ്രഹമുണ്ട്. ഒരു ഫിസിക്കൽ ചർച്ച് തരുമ്പോൾ ഈ സഭ നാട്ടിലുള്ളവർക്ക്, നമുക്കിപ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരെ അല്ലേ പറയാൻ പറ്റത്തുള്ളൂ, പക്ഷേ ഏത് നാട്ടിൽ നിന്ന് വന്നാലും നമ്മുടെ സഭ ഒരു പ്രശ്ന പരിഹാരമായിരിക്കണം. ആർക്കും വരാൻ പറ്റുന്ന, ഏത് സമയവും കയറി വരാൻ പറ്റുന്ന, ആർക്കെന്ത് പ്രശ്നവും ഉന്നയിച്ച് അവർ പരിഹാരം നേടാൻ കഴിയുന്ന ഒരു സഭയായിരിക്കണം. സാമൂഹിക പ്രശ്നത്തിന്, സാമ്പത്തിക പ്രശ്നത്തിന്, രോഗത്തിൽ നിന്നുള്ള വിടുതലിന്, മറ്റ് ഗവൺമെൻറ്റിന് പോലും സഭ ഒരു സപ്പോർട്ടായിരിക്കണം. എന്താ പറ്റത്തില്ലേ? പറ്റും. അല്ല നമ്മൾ ചുമ്മാതെ മതപരിവർത്തനമാണോ സഭയുടെ ഉദ്ദേശം? മനപരിവർത്തനമാണ് സഭയുടെ ഉദ്ദേശം, മതപരിവർത്തനമല്ല. ജീസസ് മിനിസ്ട്രീസ് ഇന്ന് വരെ ചെയ്തിട്ടുമില്ല, മേലാലോട്ട് ചെയ്യത്തുമില്ല. ഇവിടെ
ഞാനും എൻ്റെ വൈഫും മനം മാറിയാണ് വന്നത്. നിങ്ങളോട് അവളെ വിളിച്ച് ചോദിച്ചോ, അവൾ പറയും ഞാൻ മതം മാറിയിട്ടില്ലല്ലോ, അങ്ങനെ ഒരു സംഭവം ഇല്ലല്ലോ. ഞാൻ മനസ്സ് മാറിയാണ്, മനസ്സ് പുതിക്കാൻ ഞാൻ രൂപാന്തരപ്പെട്ടെ. അപ്പോഴാണ് മനസ്സിലായത് കർത്താവായ യേശു ജീവനുള്ള ദൈവം. ഞാൻ അനുഭവിച്ചു. ആ കുട്ടി നിങ്ങളോട് പറയും. അപ്പം സഭ ഒരു പരിഹാരമാകണം. ഇപ്പം നമുക്ക് ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട്. ആൾക്കാരോട് സംസാരിക്കാനാണെങ്കിലും ഇൻട്രാക്ട് ചെയ്യാനാണെങ്കിലും അവരെ കേൾക്കാനാണെങ്കിലും എല്ലാം ഒത്തിരി ലിമിറ്റേഷനുണ്ട്. ഒത്തിരി ലിമിറ്റേഷനുണ്ട്. കാരണം നമ്മൾ ഓൺലൈനിൽ മാത്രമാണ് ഇൻട്രാക്ട് ചെയ്യുന്നത്. എന്നാൽ ഒരു ഫിസിക്കൽ ചേർച്ച് എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാത്തിനും പരിഹാരം. ഇവിടെ വിവാഹം നടത്താൻ നിവൃത്തിയില്ലാത്തവർക്ക് സഭ വിവാഹം നടത്തി കൊടുക്കും. ഇവിടെ മറ്റു കാര്യങ്ങൾക്ക് കഴിയാത്തവരെ ഹെൽപ്പ് ചെയ്യും. ആ നിലയിൽ അങ്ങനെയൊക്കെ നടക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട സഭ ഇന്ന് കേരളത്തിലുണ്ട് കേട്ടോ. എനിക്ക് വ്യക്തിപരമായി അറിയാം, അങ്ങനെയൊക്കെ ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ട സഭയുണ്ട്. നമ്മളെയും കർത്താവ് അതുപോലെ ചെയ്യാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്താ അങ്ങനെ? അത് ആത്മാവ് പ്രേരിപ്പിക്കുന്നത് കൊണ്ടാണ്. ഞാൻ വെറുതെ പറഞ്ഞു വന്നതല്ല, ആത്മാവ് അപ്പം ഇങ്ങനെ ഒരു പ്രേരണയുള്ള ഒരു വ്യക്തിയായി മാറുക എന്ന് പറയുന്നത് തന്നെ എവിടെയൊക്കെയോ ചില ലിമിറ്റേഷൻസിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു സ്പിരിറ്റാണ്. ഞാനത് തുടക്കത്തിൽ പറഞ്ഞത്. അപ്പോസ്തല പ്രവൃത്തികൾ പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നോ ആ മനുഷ്യൻ എഴുന്നേറ്റ് നടക്കാതിരിക്കാൻ? അമ്മയുടെ ഗർഭത്തിനകത്ത് കയറി കെട്ടി ബന്ധിച്ച് ആ മനുഷ്യൻ നടക്കാത്തൊരവസ്ഥയിലാക്കി ഇരുത്തിയ വ്യക്തിയെ ഒരു സ്പർശനം കൊണ്ട് എഴുന്നേൽപ്പിക്കാൻ സമ്മതിക്കാതിരിക്കാൻ ശത്രുമണ്ഡലം പോരാടത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും പോരാടി കാണും. പക്ഷെ അപ്പോസ്തലൻ്റെ മേലുള്ള അധികാരവും ദൈവാത്മാവിൻ്റെ പ്രേരണയും തന്നിലുള്ള വിശ്വാസവും ദൈവത്തിന്മേലുള്ള സമർപ്പണവും തൻ്റെ നിശ്ചയദാർഢ്യവും ആ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്ന ആ ഒരു വാക്കും എന്നിലുള്ളത് എന്ന് പറയുമ്പോൾ എന്നിലിരിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവും ചിന്തയും വികാരവും പ്രവൃത്തിയും പ്രേരണയും തന്നെ എന്ന ഒരു ഡിക്ലറേഷനാണ് ആള് റോക്കറ്റ് വേഗത്തിൽ അന്തരീക്ഷത്തിലേക്ക് വിട്ടിട്ട് എഴുന്നേൽക്കേശുവിൻ്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ സന്ദേശം കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ആത്മാവ് അകത്തിപ്പോഴും മരിച്ചിട്ടില്ലെന്ന് ഉറപ്പുള്ളവർ ഇന്ന് എഴുന്നേൽക്കേണ്ട ചില വിഷയങ്ങളുടെ മേൽ കൽപ്പിക്കാൻ ദൈവാത്മാവ് ഉദ്യമിപ്പിക്കുകയാണ്. ഇതുവരെ അഴിയാത്ത ചില മേഖലകളെ അഴിക്കാൻ വേണ്ടി നിങ്ങളെ സംസാരിപ്പിക്കാൻ ദൈവം ഉദ്യമിപ്പിക്കുകയാണ്. ഇതുവരെ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങളുടെ മേൽ കൽപ്പിക്കാൻ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ഉദ്യമിപ്പിക്കുകയാണ്. നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ദൈവാത്മാവിൽ നിന്നൊരു പുകഴ്ച ലഭിക്കത്തക്കവണ്ണം അകത്തെ ആത്മാവിനെ ശക്തീകരിക്കുക. അക്ഷരത്തിലല്ല, ആത്മാവിനാലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അപ്പോൾ ഇവിടെ പറയുന്ന but a Jew is on inwardly and circumcision is a matter of the heart, but the spirit not by the letter. But the spirit is not by the letter. His praise is not from man but from God. അവൻ്റെ പുകഴ്ച ദൈവത്തിൽ നിന്ന് തന്നെ വരും. അവൻ്റെ പുകഴ്ച ദൈവത്തിൽ നിന്ന് തന്നെ വരും. കാരണം ആത്മാവ് അക്ഷരങ്ങൾക്കകത്ത് ഒതുങ്ങുന്നതല്ല. ദൈവത്തിൻ്റെ ആത്മാവ്. അക്ഷരങ്ങൾക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റുന്നതുമല്ല ആത്മാവ്. സോ അതുകൊണ്ട് തന്നെ ഇത്ര ധൈര്യത്തോടെ നമ്മൾ പ്രസ്താവിക്കുന്നതും പ്രസംഗിക്കുന്നതും ഒരു മനുഷ്യന് നമ്മുടെ നന്മകളെ ബ്ലോക്ക് ചെയ്യാനൊക്കത്തില്ല. ഒരു വാക്കുകൾക്കോ മറ്റു ഒരു ഉച്ചാരണ രീതികൾക്കോ നമ്മുടെ ബ്ലെസ്സിങ്സിനെ ബ്ലോക്ക് ചെയ്യാനൊക്കത്തില്ല, നമ്മുടെ ഡെലിവറൻസിനെ ബ്ലോക്ക് ചെയ്യാനൊക്കത്തില്ല. നമ്മളെന്ന വ്യക്തിയിലെ ആ സ്പിരിച്വൽ മൂവിനെ തടയാൻ പറ്റത്തില്ല. കാര്യം എന്താ? തടഞ്ഞു എന്ന് അകത്തിരിക്കുന്ന സ്പിരിറ്റ് അറിഞ്ഞാലുടൻ നിന്നിലൂടെ പുറപ്പെടുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, നിങ്ങളിലൂടെ പുറപ്പെടുന്ന ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ ഡീൽ ചെയ്യാൻ തുടങ്ങും. ഇതുവരെ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ അറിഞ്ഞോ. നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് നിങ്ങളുടെ അകത്തിരിക്കുന്ന മനുഷ്യൻ അറിയാം. ഇന്ന് ഈ മെസ്സേജിലൂടെ നിങ്ങളുടെ അകത്തിരിക്കുന്ന മനുഷ്യന്റെ ചാർജ് യൂസ് ചെയ്യുക, അകത്തിരിക്കുന്ന മനുഷ്യന്റെ അതോറിറ്റി യൂസ് ചെയ്യുക. അക്ഷരം കെട്ടിയത് ആത്മാവഴിക്കട്ടെ. In Jesus name. Hallelujah. അങ്ങനെ ആത്മാവിൽ പരിച്ഛേദന, ഞാൻ ഈ പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ വിശുദ്ധ ബൈബിൾ പരാമർശിക്കുന്ന രീതിയിൽ ഹൃദയത്തിന് പരിച്ഛേദന ഉണ്ടായി ദൈവത്തിൻ്റെ പുകഴ്ചയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം പ്രൈസ് ചെയ്യും.
ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് അവനെ മഹത്വപ്പെടുത്തും. അവൻ്റെ സഭയിൽ ആ മഹത്വം മാനിഫെസ്റ്റ് ചെയ്യും. അവനെ ദൈവം ഗ്ലോറിഫൈ ചെയ്യും. നിങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെടണോ, നിങ്ങൾക്ക് ദൈവ കൈകളിൽ പ്രയോജനപ്പെടണോ, നിങ്ങൾക്ക് കർത്താവിൻ്റെ വ്യക്തിയായി മാറണോ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ നിലനിൽക്കണോ, നിങ്ങളോട് ദൈവം സംസാരിക്കണോ, നിങ്ങളുടെ അകത്തുള്ള മനുഷ്യനെ നിങ്ങൾ യൂസ് ചെയ്യുക. നിങ്ങളുടെ അകത്തുള്ള മനുഷ്യനെ നിങ്ങൾ എഴുന്നേൽപ്പിക്കുക. നിങ്ങളുടെ അകത്തൊരു മനുഷ്യൻ, ഒരു ഇന്നർ മാൻ ഉണ്ട് എന്നതിനെ ഗൂഢ മനുഷ്യനെന്നാണ് പൗലോസ് അഡ്രസ് ചെയ്യുന്നത്. ഗൂഢ മനുഷ്യൻ, നമ്മളിൽ ഗൂഢമായിരിക്കുന്ന ആ മനുഷ്യനെ നമുക്കറിയാൻ ദൈവം വേർഡ് തന്നു. ഇനി നമ്മൾ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് തെറ്റ്. സോ ദൈവത്തിൽ നിന്നൊരു പുകഴ്ച വേണമെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കേവലം സ്നാനമേറ്റത് കൊണ്ടോ നമ്മൾ മറ്റെന്തെങ്കിലും മാറ്റങ്ങൾ നമ്മളിൽ വരുത്തിയത് കൊണ്ടോ മാത്രം ദൈവം നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ദൈവത്തിൽ നിന്ന് നമുക്ക് പുകഴ്ച ലഭിക്കുന്നില്ല. തീർച്ചയായിട്ടും ദൈവത്തിൽ നിന്നൊരു വ്യക്തിക്ക് പുകഴ്ച ലഭിക്കണമെങ്കിൽ അവൻ മാനസാന്തരപ്പെടണം. ദൈവത്തിൽ നിന്നൊരു വ്യക്തിക്ക് പുകഴ്ച ലഭിക്കണമെങ്കിൽ അവൻ മാനസാന്തരപ്പെടണം. അവൻ്റെ പഴയ മനസ്സും മനസ്സാക്ഷിയും അവൻ നീക്കി ക്രിസ്തുവിൽ ഒരു പുതിയ മനസ്സുള്ളൊരു വ്യക്തിയായി തീർന്ന ശേഷം അവൻ കർത്താവായി യേശു ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയാകുന്ന വാട്ടർ ബാപ്റ്റിസം അവൻ സ്വീകരിക്കണം. ജലസ്നാനം അവൻ സ്വീകരിക്കണം. കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ്റെ കൈക്കീഴിൽ സ്നാനമേറ്റു, വെള്ളത്തിൽ മുങ്ങി പൊങ്ങി, ശേഷം ആത്മാവ് പ്രാവ് എന്ന രൂപത്തിൽ യോഹന്നാൻ്റെ മേൽ ഇറങ്ങി വരുന്നത് കണ്ടു എന്ന് ബൈബിൾ പറയുമ്പോൾ, നാം ജലത്തിൽ മുങ്ങി സ്നാനമേൽക്കുക രണ്ടാമത്തെ നമ്മുടെ ഉത്തരവാദിത്വമാണ്. മൂന്നാമത് നാം പരിശുദ്ധാത്മാവ് പ്രാപിക്കുക, നാം ദൈവവചനത്തിന് കീഴ്പ്പെട്ട് ജീവിക്കുക. ദൈവ അനുസരണയോടെ, ദൈവവചനത്തിലുള്ള അനുസരണയോടെ ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് മാത്രം, നമ്മുടെ മൈൻഡ് ഒന്നും ഡിസ്ട്രാക്റ്റഡ് ആകാത്ത രീതിയിൽ നമ്മൾ ക്രിസ്തുവിനെ നോക്കി നമ്മുടെ ജീവിതം ക്രമമായി മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ ഒരു നിയോഗങ്ങൾ നമ്മുടെ മേൽ വന്നു തുടങ്ങും. ആ നിയോഗങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം ചുരുക്കമായി ഒന്ന് സംസാരിച്ചത്. അവനെയാണ് ദൈവത്തിൽ നിന്ന് പുകഴ്ച ലഭിക്കുന്നത്. കാരണം ദൈവം അവനെ കാണുന്നത് ശരീരത്തിൽ പരിച്ഛേദനയേറ്റവനായിട്ടല്ല, ആത്മാവിൽ പരിച്ഛേദനയേറ്റവനായിട്ടാണ്. നിങ്ങൾക്കങ്ങനെ ഇതുവരെ ജീവിക്കാൻ കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര കാര്യമാണ്. അത് ദൈവരാജ്യത്തിൽ ഭയങ്കര വിലയേറിയൊരു കാര്യമാണ്. എന്നാൽ അതിലെവിടെയെങ്കിലുമൊക്കെ വീഴ്ച വന്നുവെങ്കിൽ ഇന്ന് നിങ്ങളെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിലുണ്ട്. നമ്മൾ ആ നിലയിൽ ദൈവത്തിൽ നിന്ന് പുകഴ്ച ലഭിക്കാൻ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. കർത്താവ് നമ്മളെ തൻ്റെ രാജ്യത്തിനായി അതിശക്തമായി ഉപയോഗിക്കാനായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇതുവരെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുക. ഇതുവരെ നിങ്ങൾ സ്റ്റെപ്പ് വെക്കുക. നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾ സ്റ്റെപ്പ് വെച്ചാൽ കർത്താവ് സ്റ്റെപ്പ് വെക്കും. നിങ്ങൾ മുന്നിട്ടിറങ്ങിയാൽ കർത്താവ് മുന്നിട്ടിറങ്ങും. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ ദൈവമക്കളും ദൈവത്തിൽ നിന്നൊരു പുകഴ്ചയ്ക്കായി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോകുവാണ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ് എല്ലാവരും ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, അസാധാരണമായ ദൈവശക്തി ഒഴുകട്ടെ. എല്ലാ അക്ഷരങ്ങൾക്കകത്ത് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ചത്, അക്ഷരങ്ങൾക്കകത്ത് കെട്ടിക്കളഞ്ഞത്, അക്ഷരങ്ങൾക്കകത്ത് ബന്ധിച്ചിട്ടത്, അക്ഷരങ്ങൾക്കകത്ത് ലോക്ക് ചെയ്തത് ദൈവാത്മാവിൽ ഞങ്ങൾ അൺലോക്ക് ചെയ്യുകയാണ്. എല്ലാ മേഖലയിലും ഇപ്പോൾ അൺലോക്കിംഗ് സംഭവിക്കട്ടെ. എല്ലാ മേഖലയിലും ഇപ്പോൾ വിടുതൽ വന്നു തുടങ്ങട്ടെ. എല്ലാ മേഖലയിലും വ്യത്യാസങ്ങൾ വരട്ടെ. ദൈവമേ, അങ്ങയുടെ ജനം അനുഭവിക്കുന്ന എല്ലാ സ്ട്രഗിൾസും, അങ്ങയുടെ ജനം അനുഭവിക്കുന്ന എല്ലാ സ്ട്രഗിൾസും ഇപ്പോൾ തന്നെ ബ്രേക്ക് ത്രൂ ഉണ്ടാകട്ടെ. അതിന്മേലൊരു ഡെലിവറൻസ് ഉണ്ടാകട്ടെ. പിശാച് ഇവരുടെ ഉള്ളത്തിൽ കെട്ടിയത്, സാത്താൻ ഇവരുടെ മണ്ഡലങ്ങളിൽ കെട്ടിയത്, ഇവരുടെ നന്മകളെ കെട്ടിയത് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത് അഴിഞ്ഞു വരട്ടെ. ഇപ്പോൾ തന്നെ ഇവരുടെ ജോലി മേഖലയിൽ ഒരു വിടുതൽ വരട്ടെ. ഇവരുടെ കുടുംബജീവിതത്തിൽ ഒരു വിടുതൽ വരട്ടെ. ഇവരുടെ മിനിസ്ട്രിയിൽ ഒരു വിടുതൽ വരട്ടെ. ഇവരുടെ ലൈഫിൽ ഒരു വിടുതൽ വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളത് പ്രാർത്ഥിക്കുകയാണ്.
ഏതൊക്കെയോ വ്യക്തികളുടെ മേൽ വചനം ഇറങ്ങുകയാണ് ഈ സെക്കൻഡ്. കർത്താവ് എന്നോട് പറയുന്നു, വചനം ഇറങ്ങുന്നു, വചനം ഇറങ്ങുന്നു. ദൈവത്തിന്റെ വചനം നിന്റെ ഭവനത്തിനകത്ത് ഇറങ്ങുകയാണ്. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ മേഖലകളിൽ ഇറങ്ങുകയാണ്. എവിടെയൊക്കെയോ ദൈവവചനങ്ങൾ സംസാരിക്കുന്നു. ആഴമായി ദൈവവചനം ചിലരുടെ ഹൃദയങ്ങളിൽ വീണ്ടും ആഴത്തിൽ സംസാരിക്കുന്നു. ആഴത്തിൽ സംസാരിക്കുന്നു. ദൈവവചനം എവിടെയൊക്കെയോ ആഴത്തിൽ സംസാരിക്കുന്നു, ആഴത്തിൽ ഇടപെടുന്നു. ചില വിഷയങ്ങളുടെ മേൽ വചനമിറങ്ങി, ചുറ്റികയാകുന്ന വചനമിറങ്ങി പിളരാത്ത തകരാത്ത പാറയെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ബ്രേക്ക് ത്രൂ. മനുഷ്യനിൽ നിന്നും നിനക്ക് പുകഴ്ചയില്ല, ദൈവത്തിൽ നിന്നും പുകഴ്ചയില്ലാത്ത അവസ്ഥയിൽ നിങ്ങളെ ഒതുക്കുന്ന അവസ്ഥകൾ ഈ സെക്കൻഡിൽ കെട്ടഴിയുന്ന ഒരു ദൈവശക്തി വെളിപ്പെടുകയാണ്. കെട്ടഴിയുന്ന ഒരു ദൈവശക്തി വെളിപ്പെടുകയാണ്. ആമേൻ. നിന്നെ മാളുമാറ്റുന്നത് പോലത്തെ ഒരു ആത്മപ്രവൃത്തി. ഒരു കല്ലറ പിളർക്കുന്ന ദൈവശക്തി, ഒരു കല്ലറ പിളർക്കുന്ന ദൈവശക്തി, ഒരു പുനരുജ്ജീവിപ്പിക്കുന്ന പുനരുദ്ധാനത്തിന്റെ ശക്തി ഈ സെക്കൻഡിൽ യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടട്ടെ. ഈ ജനം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രിയപിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തെ അവിടുന്ന് അനുഗ്രഹിച്ച, ഈ ജനത്തെ അവിടുന്ന് സ്പർശിച്ച കർത്താവേ, അങ്ങയുടെ മക്കളെ ഇന്ന് നനച്ച വചനമായിരിക്കായി സ്തോത്രം. ഇവരൊരു അനുഗ്രഹമായിരിക്കട്ടെ കർത്താവേ. ഇവരോരോ ദിവസവും ശ്രവിക്കുന്ന ഈ സന്ദേശങ്ങൾ ഇവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, മാനം കൊണ്ടുവരുവാൻ ദൈവാത്മാവ് സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അത്ഭുതകരമാകുന്ന ഒരു ദൈവശക്തി ഞങ്ങളുടെ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെട്ട് ഇന്നു മുതൽ എൻ്റെ ദൈവത്തിന് മാനപാത്രങ്ങളായി തീരുവാൻ ഞങ്ങളെ ഒരുമിച്ച് സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ ഈ സന്ദേശം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഞങ്ങളെ അറിയിക്കാനുള്ള നമ്പറാണിത്. നിങ്ങൾ വാട്സാപ്പിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ ടെസ്റ്റ് മണീസൊക്കെ അറിയിക്കുക. ഞങ്ങൾക്ക് ദിവസവും 2 നേരം ദൈവകൃപയാൽ ദൈവവചനം ശുശ്രൂഷിക്കപ്പെടുന്നു ഈ പ്ലാറ്റ്ഫോമിൽ. രാവിലെ 6:30 വൈകുന്നേരം 6:30 രാവിലെ 6:30 യൂട്യൂബിലും വൈകുന്നേരം 6:30 യൂട്യൂബിലും സൂമിലുമായിട്ടാണ് മീറ്റിംഗ്സ് നടത്തപ്പെടുന്നത്. 2 നേരവുമുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് ശ്രവിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളത് കേൾക്കുക. മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളുടെ ശുശ്രൂഷകളെ പ്രോത്സാഹിപ്പിക്കണമെന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. കൈകൾ ഉയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നാളെ ഒരുമിച്ച് കൂട്ടിമുട്ടിക്കുന്നത് വരെ പ്രാർത്ഥനയിൽ തമ്മിൽ ഓർക്കാം. God bless you.